ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട വിവിധ രൂപതകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും നടക്കുന്നുണ്ട്. ചാലക്കുടിയിൽ ഇരിഞ്ഞാലക്കുട ബിഷപ്പിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി, ഒപ്പം കൊല്ലം, കോഴിക്കോട് രൂപതകളുടെ നേതൃത്വത്തിലും പ്രതിഷേധം നടക്കുന്നു. വിവരങ്ങളുമായി ആദ്യം തൃശ്ശൂരിൽ നിന്ന് ശരത് ഓങ്ങല്ലൂർ ചേരുന്നുണ്ട്. ശരത, കഴിഞ്ഞ ദിവസമായിരുന്നു, അതായത് 9 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം കന്യാസ്ത്രീകൾ ജയിൽ മോചിതരാകുന്നത്. പക്ഷേ അപ്പോഴും അവർക്ക് പൂർണ്ണ നീതി ലഭിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം FIR റദ്ദാക്കേണ്ടതുണ്ട്. എന്തായാലും FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇപ്പോഴിതാ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ? ഭദ്ര, ഇന്ന് ഇരിങ്ങാലക്കുട രൂപതയുടെ നേതൃത്വത്തിൽ കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ ഇടയലേഖനം വായിച്ചിരുന്നു. അതിന്റെ തുടർച്ച എന്നോണമാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. ഇരിങ്ങാലക്കുട രൂപതയുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീ രാഷ്ട്രീയം പരിശോധിച്ചുള്ള ഇരിങ്ങാലക്കുട പ്രതിഷേധം ചാലക്കുടി ഫൊറാന ദേവാലയം ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപം, ചാലക്കുടി എന്ന ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപമാണ് സമാപിച്ചത്. തുടർന്ന് പ്രതിഷേധ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധ സമ്മേളനത്തിൽ ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പായിട്ടുള്ള പാറ പോളി കണ്ണൂക്കാരൻ ഉദ്ഘാടനം ചെയ്യും. ഇരിങ്ങാലക്കുട രൂപത വികാരിയായിട്ടുള്ള ജനറൽ മോൺസി ജോളി വടക്കൻ ആമുഖ പ്രഭാഷണം നടത്തും. 100 കണക്കിന് വിശ്വാസികളും സഭാവിശ്വാസികളും കന്യാസ്ത്രീകളും പുരോഹിതരും ഉൾപ്പെടെ 100 കണക്കിന് ആളുകളാണ് പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത്. ഇന്ന് രാവിലെ ഇടയലേഖനം, പള്ളികളിൽ ഇടയലേഖനം വായിച്ചപ്പോഴും ഇടയലേഖനവും ഇരിങ്ങാലക്കുട രൂപതയുടെ ഭാഗമായിട്ട് വായിച്ചതായിരുന്നു രാവിലെ കുർബാനയ്ക്ക്. അതിനകത്ത് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, കേന്ദ്ര സർക്കാരും ഛത്തീസ്ഗഡ് സർക്കാരും ഒരു രീതിയിലും ഈ കന്യാസ്ത്രീമാരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി സഹായിച്ചില്ല, അവർക്ക് വേണ്ടി ഇടപെട്ടില്ല എന്നുള്ളതിനെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. ബിഷപ്പിന്റെ നേതൃത്വത്തിലാണ് ചാലക്കുടിയിൽ പ്രതിഷേധം നടക്കുന്നത്.